ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു ഗാർഡൻ ഏരിയയിലെ സിറ്റ് ഔട്ടിലെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് നമ്മുടെ ആദില, ഷാനവാസ് പിന്നെ നൂറ ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഷാനവാസ് ആദിലയോട് ചോദിക്കുന്നുണ്ട്, വൈഫ് എന്ത് പറഞ്ഞു? ഓ ഇത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ്, പിന്നെ എനിക്ക് തന്നെ വേണ്ട സമയം കിട്ടിയില്ല, പിന്നെയല്ലേ നിനക്ക് എന്ന്. ഇത് കഴിഞ്ഞിട്ട് ആദില പറയുന്നുണ്ട്, ഇത്ത ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇക്കയുടെ ഉറക്കം കളയരുത് എന്ന്. അന്ന് ദിവസം പുലർച്ചെ വരെ ഇരുന്ന് ഇവര് ചർച്ച ചെയ്തിരുന്നല്ലോ. അപ്പൊ അന്ന് ചർച്ച ചെയ്തപ്പോ ഇത്തയും 5 മണി വരെ ഇരുന്ന് കണ്ടതായിട്ട് ആദിലയോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് ആദില ഷാനവാസിന്റെ അടുത്ത് ഈ ഒരു ഡിസ്കഷന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആദില ഇന്ന് അനീഷിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു അത്ര, ഞാൻ കൈ ചുരുട്ടി അനീഷേട്ടന്റെ കൈക്കിട്ട് ഇടിച്ചായിരുന്നു അമ്മ എന്ന്. ഉടനെ അനീഷേട്ടന്റെ അമ്മ പറയുക, അതൊക്കെ ഗെയിം അല്ലേ എന്ന്. അനീഷേട്ടന്റെ അമ്മ തന്നെ ഭയങ്കര ഗെയിം സ്പിരിറ്റ് ആണ് എന്നൊക്കെ ആദില പറയുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത്. അനീഷിന്റെ ബ്രദറിനെ പറ്റി ഇവര് പറയുന്നുണ്ട്. അനീഷേട്ടൻ ശരിക്കും വലിയ ചൂടനാണോ എന്ന് ചോദിച്ചതായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അനീഷിന്റെ പുറത്തെ സ്വഭാവം എന്നുള്ള രീതിയിലേക്ക് അബീഷ് അതിലൂടെ പറഞ്ഞതായിട്ടും ഈ ഒരു കോൺവെർസേഷനിൽ അതില പരാമർശിച്ച് പോകുന്നുണ്ട്. ഇതായിരുന്നു ഇവർ തമ്മിൽ നടന്ന ഒരു ഡിസ്കഷൻ. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഫാമിലീസ് കുറെ നേരം കൂടി നിൽക്കണമായിരുന്നു ബിഗ് ബോസ് ഹൗസിന്. അത് അനീഷിന്റെ ഒക്കെ ഫാമിലീസ് കുറെ നേരം കൂടി നിൽക്കണമായിരുന്നു, ഷാനവാസിനെ നിൽക്കണമായിരുന്നു. കാരണം എന്താണെന്നറിയോ, അത്രയും കഠിനമായ ഒരു ടാസ്ക് ആണ് അവർക്ക് കൊടുത്തത്. മനസ്സിലായില്ലേ? അത്രയും കഠിനമായ ഒരു ടാസ്ക് ആണ്. അവരത് ഏൺ ചെയ്തതാണ്. വൈകുന്നേരം വരെയെങ്കിലും നിൽക്കാനുള്ള ഒരു അധികാരം അവർ ഏൺ ചെയ്തെടുത്തതാണ്. വെറും ഒരു മണിക്കൂർ കൊണ്ട് അവർ പോകുന്ന കാഴ്ചയാണ് കണ്ടത് ലൈവിനകത്താണെങ്കിലും. ശരിക്കും അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കുറെ നേരം കൂടി ഇവിടെ നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പലരോടും അവിടെ പങ്കുവെച്ചേനെ. അതിപ്പം പുറത്തെ കാര്യങ്ങൾ വലിയ ന്യൂസ് ചോർത്തി കൊടുക്കുന്ന അങ്ങനത്തെ കാര്യമൊന്നുമല്ല. ഇപ്പം ഒരു ബേസിക് കോൺവെർസേഷൻ നടത്താനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഈ ഫാമിലീസിന്. അത് ഈ ഫാമിലി വീക്ക് നടത്തിയതുകൊണ്ട് ഒരു അർത്ഥമില്ലാത്ത പോലെ ആവുകയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.